തൃശൂർ മലക്കപ്പാറ വീരൻകുടിയിൽ 4 വയസ്സുകാരനെ കടിച്ചുകൊണ്ടുപോയെന്ന് കരുതുന്ന പുലിയുടെ ദൃശ്യം പുറത്ത്. കുട്ടിയെ ആക്രമിച്ച ദിവസം രാത്രി പുലി ഉന്നതിക്ക് സമീപമുള്ള തേയിലത്തോട്ടത്തിൽ ഇരിക്കുന്നതാണ് ദൃശ്യത്തിലുള്ളത്. മലക്കപ്പാറയിലെ കടക്കാരനാണ് പുലിയുടെ ദൃശ്യങ്ങൾ പകർത്തിയത്. ലെവിൻ കെ വിജയനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ലെവിൻ, ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ എന്താണ് കാണാൻ സാധിക്കുന്നത്? സ്വാതി, ഭീകരമായ ദൃശ്യങ്ങളാണിത്. കഴിഞ്ഞ ഓഗസ്റ്റ് 1-ാം തീയതിയാണ് മലക്കപ്പാറ വീരാങ്കുടി എന്ന് പറയുന്ന സ്ഥലത്തെ ആദിവാസി കുടുംബങ്ങൾ താമസിച്ചിരുന്ന താൽക്കാലിക ഷെഡിൽ കടന്നു കയറി 4 വയസ്സുകാരനായ രാഹുലിനെ പുലി ആക്രമിക്കുന്നത്. അച്ഛനും അമ്മയ്ക്കുമൊപ്പം കിടന്നിറങ്ങിയ കുട്ടിയെ പുലി കുടിലിൽ നിന്ന് വലിച്ചുകൊണ്ടു പോകാനുള്ള ശ്രമമാണ് നടത്തിയത്. മാതാപിതാക്കൾ തക്ക സമയത്ത് ഉണരുകയും പുലിയെ തിരിച്ചാക്രമിക്കുകയും ചെയ്തതോടുകൂടിയാണ് കുട്ടിയെ വിട്ട് പുലി തിരികെ കാട്ടിലേക്ക് മടങ്ങിയത്. അന്നേ ദിവസം ആ സംഭവം നടക്കുമ്പോൾ ആ പ്രദേശത്തെത്തിയ പുലിയുടേതെന്ന് കരുതുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മലക്കപ്പാറ സ്വദേശിയായിട്ടുള്ള പ്രദേശവാസിയായ ഒരു വ്യാപാരിയാണ് ഈ പുലിയുടെ ദൃശ്യങ്ങൾ പകർത്തിയത്. മൊബൈൽ ഫോണിൽ ഈ ചിത്രം പകർത്തുമ്പോഴും വാഹനത്തിന്റെ ലൈറ്റ് അടിക്കുമ്പോഴും യാതൊരു കൂസലുമില്ലാതെ ഒരു പാറപ്പുറത്ത് പുലി ഇരിക്കുകയായിരുന്നു. പിന്നീട് ഏറെ സമയം കഴിഞ്ഞാണ് ഇതിവിടെ നിന്നും മാറിപ്പോകുന്നത്. ഈ സംഭവമടക്കമുള്ള നിരവധി ഉദാഹരണങ്ങൾ ആദിവാസികളായിട്ടുള്ള മനുഷ്യരുടെ ജീവന് ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിൽ നാളെ അവർ വലിയ പ്രതിഷേധവുമായി ചാലക്കുടി DFO ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരവുമായി ഉപരോധ സമരവുമായി എത്തുകയാണ്. കഴിഞ്ഞ 2018 പ്രളയത്തിൽ ഉരുൾപൊട്ടലിനെ തുടർന്ന് വീടും വാസസ്ഥലവും ഒക്കെ നഷ്ടമായ ആളുകളെ പുനരധിവസിപ്പിക്കണമെന്നുള്ള ആവശ്യങ്ങൾ കഴിഞ്ഞ ഏറെ വർഷങ്ങളായി ഈ പ്രദേശവാസികളടക്കം മുന്നോട്ട് വയ്ക്കുന്നതാണ്. ഇവർക്ക് പുനരധിവാസ പദ്ധതികളൊക്കെ ഒരുക്കി സർക്കാർ അനുകൂല ഉത്തരവ് നടപ്പാക്കിയെങ്കിലും അതിന് ഒടുക്കത്തിൽ വനം വകുപ്പ് എതിർപ്പ് അറിയിച്ച് രംഗത്ത് വന്നതോടുകൂടി ഈ പുനരധിവാസ പദ്ധതി തന്നെ അവതാളത്തിലായി. ഈ ആളുകൾ ഇപ്പോഴും കാട്ടിൽ കഴിയേണ്ട അവസ്ഥയാണ്. സമീപ ദിവസങ്ങളിലും പുലി ഈ മേഖലകളിൽ എത്തിയെന്ന് ഉന്നയിച്ചുകൊണ്ടാണ് ഇവർ നാളെ സമരത്തിനൊരുങ്ങുന്നത്. പുനരധിവാസം ഉറപ്പാക്കുക എന്നാവശ്യപ്പെട്ട് നടക്കുന്ന സമരത്തിൽ ഈ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ DFO ഓഫീസിന് മുന്നിൽ ഉപരോധിക്കാനും സ്ത്രീകൾ ഉപരോധ സമരം നടത്തുമ്പോൾ ഇവരെ പുനരധിവസിപ്പിക്കാൻ തീരുമാനിച്ച സ്ഥലത്തെത്തി കുടിൽ കെട്ടി സമരത്തിനും ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ. അതിരപ്പള്ളി പഞ്ചായത്തിന്റെ കൂടി സഹായത്തോടു കൂടിയാണ് ആദിവാസികൾ അടങ്ങുന്ന 31 കുടുംബങ്ങൾ സമരവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. അതിനിടയിലാണ് ഇപ്പോൾ പുലിയുടെ ദൃശ്യങ്ങൾ. ലെവിൻ, തൃശൂർ മലക്കപ്പാറ വീരൻകുടിയിലാണ് 4 വയസ്സുകാരനെ കടിച്ചുകൊണ്ടുപോയി എന്ന് കരുതുന്ന പുലിയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്.